നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി വീട്ടമ്മ. പൂങ്കുന്നത്തെ ഫ്ളാറ്റിന്റെ വിലാസത്തിൽ 9 കള്ളവോട്ടുകൾ ചേർത്തുവെന്ന് വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. വ്യാജ വോട്ടിന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു കൊണ്ടുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ ഗൂഢാലോചന നടന്നതായി കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ലീഡർ K കരുണാകരന്റെ ശാപം ഏറ്റുവാങ്ങാത്ത നേതാവാണ് VD സതീശനെന്ന് K മുരളീധരൻ. കരുണാകരന്റെ ശാപം കിട്ടിയവരാരും ഉയർന്നു വന്നിട്ടില്ലെന്നും മുരളീധരൻ. പുലിപ്പേടിയിൽ അതിരപ്പള്ളിയും പരിസര പ്രദേശങ്ങളും. കൊടകര മറ്റത്തൂർക്കുന്നിൽ വീട്ടിലെ CCTVയിൽ പുലിയുടേതെന്ന് കരുതുന്ന ദൃശ്യം പതിഞ്ഞു. വനം വകുപ്പ് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തി. പെരുവല്ലൂർ പൂച്ചക്കുന്നിൽ ബസിൽ നിന്ന് വീണ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പൂവത്തൂർ സ്വദേശിനി നളിനിയാണ് മരിച്ചത്. ഗതാഗതക്കുരുക്കിൽ മണിക്കൂറുകളോളം സ്തംഭിച്ച് ദേശീയപാത ആമ്പല്ലൂർ. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി നടക്കുന്ന കാന നിർമ്മാണമാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. വാർത്തകളിലേക്ക് വിശദമായി. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി വീട്ടമ്മ. പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിൽ 9 വോട്ടുകൾ കൂടുതലായി തങ്ങളുടെ മേൽവിലാസത്തിൽ ചേർത്തെന്നാണ് വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. ഇത് സംബന്ധിച്ച് പരാതി നൽകിയതായും പ്രസന്ന അശോകൻ TCVയോട് പറഞ്ഞു. വീട്ടിൽ തനിക്ക് മാത്രമാണ് വോട്ടുണ്ടായിരുന്നതെന്നും ബാക്കിയുള്ളവർ എങ്ങനെ ചേർത്തുവെന്നറിയില്ലെന്നും പ്രസന്ന വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിൽ തൃശൂരിൽ ക്രമക്കേട് നടന്നെന്ന് UDFും LDFും ആരോപണം ശക്തമാക്കുമ്പോഴാണ് വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. മുകേഷ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പൂങ്കുന്നത്ത് ഫ്ളാറ്റ് ഉടമ അറിയാതെ 9 വോട്ടുകൾ അധികമായി ചേർത്തു എന്ന് പറയുന്ന ക്യാപിറ്റൽ വില്ലേജിലെ ബ്ലോക്ക് 2-ലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ബ്ലോക്ക് 2-ലെ 4C ഫ്ളാറ്റ്, തൃശ്ശൂർ കോർപ്പറേഷൻ, വാർഡ് നമ്പർ 1, കെട്ടിട നമ്പർ 1780, 4C എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആരോപണം ഉയർന്നത് ഈ വീട്ടുടമയിൽ നിന്നാണ്. ഈ വീട്ടുടമ അറിയാതെ 9 പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ വന്നു എന്നുള്ളതാണ്. പ്രസന്നയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഇത് ഏത് സമയത്താണ് വോട്ട് ചേർത്തത്? കഴിഞ്ഞ ഇലക്ഷനാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്താണ് ഇവിടെ പറഞ്ഞു കേട്ടത്. എത്ര പേരുകൾ ചേർത്തു? 9 ആളുടെ 10 ആളുണ്ട്. അതിൽ ഒരെണ്ണം എൻ്റെയാണ്. പിന്നെ 9 ആളുടെ വേറെ ആൾക്കാരാണ്. ഈ മറ്റേ 9 പേരുകൾ ചേർത്തു എന്നുള്ളത് എപ്പോഴാണ് അറിയുന്നത്? ഇലക്ഷൻ്റെ സമയത്താണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ്റെ സമയത്താണ് അറിഞ്ഞത്. അപ്പോൾ അത് സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നു? ഞാൻ പരാതി കൊടുത്തല്ല, ഇവിടെ പാർട്ടിക്കാർ വന്നിട്ട് ചോദിച്ചു, ഈ ആൾക്കാരൊക്കെ ഇവിടെ താമസിക്കുന്നതാണോ എന്ന് ചോദിച്ചു. ഏത് പാർട്ടിയിലുള്ളവരാണ്? ഈ അനിൽ എന്ന് പറഞ്ഞിട്ട് ഒരാളൊക്കെയാണ് വന്നത്. 3-4 ആൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലാറ്റിൻ്റെ നമ്പറിൽ ഈ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടോ, ഇവരുടെ പേരിൽ വോട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവരൊന്നുമില്ല, ഞങ്ങളിവിടെ താമസിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇതിൽ നിങ്ങൾ ഇവരൊന്നും ഇതിലല്ല എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പരാതി കൊടുക്കാനാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഈ ആൾക്കാരെയൊന്നും നമുക്ക് അറിയണതല്ല എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതെ ഈ വോട്ട് ചെയ്തതിന് ശേഷം വോട്ട് ചെയ്തിരുന്നോ? ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ മറ്റു 9 പേർ വോട്ട് ചെയ്തിരുന്നു എന്നറിഞ്ഞോ? അതറിയില്ല. അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു, പോലീസ് വരലൊക്കെ ഉണ്ടായിരുന്നു. കള്ളവോട്ട് ചെയ്യാൻ ആൾ വന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് ഇതിൻ്റെ പേരിലാണ് ആൾക്കാർ വന്നേക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. കള്ളവോട്ട് ചെയ്യാൻ ആൾക്കാർ വന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടായി. പോലീസ് വരലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇത്രയുമാണ് വീട്ടുടമയായ പ്രസന്നയ്ക്ക് പറയാനുള്ളത്. താൻ അറിയാതെ 9 പേരാണ് വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുള്ളത്. അവർ വോട്ട് ചെയ്തോ എന്നുള്ളതും അറിയില്ല എന്ന് അവർ പറയുന്നു. ക്യാപിറ്റൽ വില്ലേജ് ഫ്ളാറ്റിലെ പ്രസന്ന അവർ പറഞ്ഞിരുന്ന അനിൽ വഴിയാണ് പരാതി നൽകിയത്. അനിലാണ് ഇത് കണ്ടെത്തി പരാതി നൽകിയത് എന്ന് പറയുകയുണ്ടായി. അനിൽ കൂടെ ചേരുകയാണ്. അനിൽ കോൺഗ്രസ് പ്രവർത്തകനാണ്, കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റ് കൂടിയാണ്. അനിലിന് എന്താണ് പറയാനുള്ളത്? ഏകാം എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത്? അതായത് നമ്മൾ ഇവർ ചിട്ട് ലാസ്റ്റ് ലിസ്റ്റ് വന്നത് ഒരു 10-20 ദിവസം മുന്നെയാണ് ലിസ്റ്റ് വന്നത്, അഡീഷണൽ ലിസ്റ്റ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ കുറേ ആൾക്കാരെ നമുക്ക് മനസ്സിലാവാത്തുണ്ടായിരുന്നു. അങ്ങനെ നോക്കി വന്ന് നമ്മൾ സ്ലിപ്പ് കൊടുക്കാൻ പോകുമ്പോൾ അത് ചെക്ക് ചെയ്യാലോ എന്ന് വെച്ചിട്ട് സ്ലിപ്പ് കൊടുക്കാൻ ഈ പ്രസന്ന എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ വീട്ടിൽ 10 എണ്ണമാണ് വോട്ടുള്ളത്. 10 സ്ലിപ്പാണ് കണ്ടത്. ഈ 9 പേരെയും അറിയില്ലെന്ന് അവർ പറഞ്ഞു. പറഞ്ഞു. അതായത് അവർക്ക് യാതൊരു ഐഡിയ ഇല്ല ഏത് വഴിയാണ് ഏത് രീതിയിലാണ് ഈ വോട്ട് ചേർത്തത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? അതായത് ഈ പ്രസന്ന എന്ന് പറഞ്ഞ സ്ത്രീയുടെ വോട്ട് ചേർക്കാനായിട്ട് അവർ റെൻ്റൽ അഗ്രിമെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടാവും. ആ അഗ്രിമെൻറ്റ് വാങ്ങിച്ചിട്ട് അപ്പോൾ ഇവർക്കും അറിയില്ല. ആ അഗ്രിമെൻറ്റ് വാങ്ങിച്ച് ആ അഗ്രിമെൻറ്റിൽ തന്നെ
ഇവരെ 9 ആളെയും ചേർത്ത്. ഇതിന് പിന്നിൽ ആരാണ്, ഏത് വിഭാഗം, ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി പ്രവർത്തിച്ചെന്ന് കരുതുന്നുണ്ടോ? BJP ആണ് 100% അത് ചെയ്തിട്ടുള്ളത്. ഈ 9 പേർ വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, വോട്ട് ചെയ്യാൻ വന്നില്ല. കാര്യം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോളിംഗ് സ്റ്റേഷനിൽ നമ്മൾ ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു 4 പേര് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അവരെ തടഞ്ഞു നിർത്തലും കാര്യങ്ങളും ചാനലിൽ അറിയലും എല്ലാം കൂടിയായിപ്പോൾ ഇവർ പേടിച്ചിട്ട് വരാണ്ടിരുന്നായിരിക്കാം. ഈ 9 പേരെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിരുന്നോ? ഇല്ല, നമുക്ക് അറിയില്ല, എവിടെയാന്ന് തന്നെ അറിയില്ല. വോട്ടെടുപ്പിൽ അട്ടിമറി നടന്നതായി രാഹുൽ ഗാന്ധി തിരികൊളുത്തിയ ആരോപണം ദേശീയ തലത്തിൽ കത്തിപ്പടരുമ്പോൾ ഇതേ വിവാദം തന്നെയാണ് തൃശ്ശൂരിലും ഉയരുന്നത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ ഗൂഢാലോചന നടന്നതായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. തൃശൂരിൽ ജനവിധി അട്ടിമറിച്ചതായും കെ മുരളീധരൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ ജനവിധി അട്ടിമറിച്ച നരേന്ദ്രമോദിയുടെ 2024 ജനുവരി 3-ാം തീയതിയുള്ള സന്ദർശനം മുതൽ ഗൂഢാലോചന പൂർണ്ണതയിലെത്തി. അന്ന് ആരംഭിച്ച ഗൂഢാലോചനയാണ് ഇലക്ഷൻ റിസൾട്ടിൽ പ്രതിഫലിച്ചത്. മാത്രമല്ല, ഇത്രയേറെ വിവാദങ്ങളുണ്ടായിട്ടും ഈ MP അവിടെ കാണാനില്ല. ഇതുകൊണ്ട് ഇത് വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തു വരുന്നതാണ് പ്രതീക്ഷ. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഉപദേശമനുസരിച്ച് കാര്യങ്ങൾ നീക്കും. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി BJP ആസൂത്രണം ചെയ്ത വോട്ടർ പട്ടിക തട്ടിപ്പ് കേരളത്തിൽ തൃശൂരിലാണ് നടപ്പാക്കിയത്. അതിന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു കൊണ്ടുവരും. കോൺഗ്രസ് ഇതേക്കുറിച്ച് പരിശോധന നടത്തുകയാണ്. ഉത്തരേന്ത്യയിൽ നടപ്പാക്കുന്ന ക്രമക്കേട് BJP കേരളത്തിലേക്കും വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ ജാഗരൂകരായിരിക്കണമെന്ന് VD സതീശൻ പറഞ്ഞു. അറസ്റ്റും ഭീഷണിയും കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തെ മോദി ഭരണകൂടത്തിന് തടയാനാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിലാണ് ശ്രീ രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിൻ്റെ പേരിൽ അറസ്റ്റ് കൊണ്ടും ഭീഷണി കൊണ്ടും ഒന്നും ആ സമരത്തെയും ആ പോരാട്ടത്തെയും തടുത്തു നിർത്താൻ മോദി ഭരണകൂടത്തിനാവില്ല. ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും പിന്നിൽ അണിനിരക്കും. ഇന്ന് കാണിച്ച അറസ്റ്റ് കൊണ്ടൊന്നും ആ സമരത്തെയും ആ പോരാട്ടത്തെയും നേരിടാൻ കഴിയും. ലോകത്തെ പല രാജ്യങ്ങളിലും ഏകാധിപത്യ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾക്കെതിരായി ജനാധിപത്യ ചേരിയുടെ പ്രതിരോധത്തിൻ്റെ വലിയ സമരങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന വലിയൊരു സമരമായി ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെതിരായ കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും പോരാട്ടം മാറുക തന്നെ ചെയ്യും. ഒരു സംശയമില്ല. അതിന് ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസും UDFും പൂർണ്ണമായ പിന്തുണ അതിന് ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകും. മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടന്റെ ഇരിങ്ങാലക്കുടയിലെ വീട്ടിൽ 10 വോട്ടുകൾ ചേർത്തത് അന്വേഷിക്കണമെന്ന് BJP തൃശൂർ സൗത്ത് ജില്ലാ നേതൃയോഗം ആവശ്യപ്പെട്ടു. മണ്ഡലത്തിൽ വ്യാപകമായി UDF ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടെന്ന് യോഗം ആരോപിച്ചു. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ജനറൽ സെക്രട്ടറിമാരായ കൃപേഷ് ചെമ്മണ്ട, KP ഉണ്ണികൃഷ്ണൻ, KP ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായി നടത്തിയ ക്രമക്കേടുകൾ ജനാധിപത്യത്തിനേറ്റ തിരിച്ചടിയാണെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. ഇളവള്ളി മണ്ഡലം 18-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ പോലും അനേകം പേരുകൾ വോട്ടർ പട്ടികയിൽ തിരുകിക്കയറ്റി എന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്ന സംഭവമാണെന്ന് VM സുധീരൻ കൂട്ടിച്ചേർത്തു. വാർഡ് പ്രസിഡന്റ് KM ജോർജ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA-മാരായ PA മാധവൻ, അനിൽ അക്കര, കോൺഗ്രസ് നേതാക്കളായ PK രാജൻ, സിജു പാവറട്ടി, CJ സ്റ്റാൻലി, പ്രസാദ് വാഗ, വർഗീസ് മാനത്തിൽ, AD സാജു, ലിസി വർഗീസ്, സുന്ദരൻ കരുമത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് പറയാനുണ്ട്. എന്നാലും ലീഡർ K കരുണാകരന്റെ ശാപം ഏറ്റുവാങ്ങാത്ത നേതാവാണ് VD സതീശനെന്ന് K മുരളീധരൻ. കരുണാകരന്റെ ശാപം കിട്ടിയവരാരും ഉയർന്നു വന്നിട്ടില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ഏതായാലും ലീഡർ ശ്രീ K കരുണാകരൻ്റെ ശാപം ഏറ്റുവാങ്ങാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രമോഷന് ഭാവിയിലും തടസ്സമുണ്ടാവില്ല എന്ന് ഞാൻ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനയുണ്ടാക്കിയവരാരും പൊങ്ങേണ്ട നേരത്ത് അവസാനം എന്തോ ഒരു നാഷണൽ ഹൈവേ തകർന്ന പോലെ ചിലപ്പോൾ താഴോട്ട് പതിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ശാപത്തിൻ്റെ ഫലം. അപ്പോൾ അതേതായാലും കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് VD സതീശന് ഇനി ഭാവി പ്രമോഷന് ഒരിക്കലും തടസ്സമാവില്ല എന്ന് ഞാൻ പറയാൻ കാരണം. തൃശൂരിൽ MA ജോൺ സ്മാരക പുരസ്കാരം പ്രതിപക്ഷ നേതാവ് VD സതീശന് നൽകി സംസാരിക്കുകയായിരുന്നു K മുരളീധരൻ.
MA ജോണിനെ പോലെ പാർട്ടി നയത്തിൽ വെള്ളം ചേർക്കാൻ VD സതീശൻ തയ്യാറായിട്ടില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു. തന്നെയും സതീശനെയും ബാക്ക് ബെഞ്ചിലിരുത്താൻ ശ്രമം നടന്നു. ഇന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടി റീൽസിനോടാണ് എല്ലാവർക്കും താല്പര്യം. റീൽസ് അല്ല, താഴെത്തട്ടിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനമാണ് ആവശ്യമെന്നും മുരളീധരൻ അഭിപ്രായപ്പെട്ടു. റീൽസിനാണ് പലപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. ഇറങ്ങി പ്രവർത്തിക്കാൻ പലപ്പോഴും താല്പര്യമില്ലാത്തൊരു കാലത്ത് റീൽസ് അല്ല, അധ്വാനമാണ് ഏറ്റവും വലുത് എന്ന് തെളിയിച്ചതുകൊണ്ടാണ് ഒരു ജില്ലാ കൗൺസിൽ അംഗം മാത്രമായി പാർലമെന്ററി രംഗത്ത് ചുരുങ്ങിപ്പോയെങ്കിലും MA ജോൺ എന്ന വ്യക്തി ഇന്നും ഓർക്കുന്നതിൻ്റെ കാരണം അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ്. ഇപ്പോൾ വേർപ്പിൻ്റെ ഫലം എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ലഭിക്കും. ശ്രീ ജോണിന് ജീവിച്ചിരുന്ന കാലത്ത് കിട്ടിയില്ലെങ്കിലും അതിനുശേഷം ഇന്നും അദ്ദേഹം അറിയപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. തട്ടിപ്പും വെട്ടിപ്പും നടത്തിയല്ല രാഷ്ട്രീയത്തിൽ വിജയിക്കേണ്ടതെന്ന് അവാർഡ് ഏറ്റുവാങ്ങിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. VD സതീശൻ വനവാസത്തിന് പോകണോ എന്ന് തൃശൂർകാർ വിചാരിച്ചാൽ മതി. അടുത്തയാഴ്ച മുതൽ താൻ തൃശൂരിൽ ഉണ്ടാകുമെന്നും വനവാസത്തിന് പോകാതിരിക്കേണ്ടത് തന്റെയും കൂടി ഉത്തരവാദിത്തമാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളതാണ്. തട്ടിച്ചും മോഷ്ടിച്ചും പറ്റിച്ചും പണം കൊടുത്തും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിച്ചോ അല്ല തിരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത്. സ്ട്രെയിറ്റ് ആയിട്ട് തിരഞ്ഞെടുപ്പിൽ ജയിക്കുക, സ്ട്രെയിറ്റ് ആയിട്ട്. അതിന് മുന്നൊരുക്കം വേണം. യുദ്ധമാണ് തിരഞ്ഞെടുപ്പ്. ഞാൻ യുദ്ധമായി കരുതുന്ന ഒരാളാണ് തിരഞ്ഞെടുപ്പ്. അതിന് തിളക്കമാർന്ന വിജയത്തോടു കൂടി UDFനെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകാമെന്നോ. ഇതിൽ 2 മെസ്സേജ് ഉണ്ട്. ഒന്ന്, വനവാസത്തിന് പോകാമെന്നല്ല അതിൻ്റെ ആദ്യത്തെ അർത്ഥം. ആദ്യത്തെ അർത്ഥം തിളക്കമാർന്ന വിജയത്തോടു കൂടി UDF തിരിച്ചു വരും എന്നാണ്. അതാണ് അതിൻ്റെ അർത്ഥം, ആദ്യത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം, അതിന് പറ്റിയില്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളില്ലെന്ന്. പിന്നെ ഞാനെന്തിനാണ് ഈ പാർട്ടിക്ക് ഭാരമായിട്ട് നിൽക്കുന്നത്? പാർട്ടി വിട്ടുപോകുന്നല്ല, പാർട്ടിക്ക് ഭാരമായിട്ട് നിൽക്കരുത്. അതാണ് എൻ്റെ നിലപാട്. ആ ഒറ്റ വാചകത്തിൽ ഞാൻ ആ 2 മെസ്സേജാണ് കൊടുത്തത്. അത് എന്നെ വനവാസത്തിന് വിടണമെന്ന് നിങ്ങളൊക്കെയാണ് ആദ്യം തൃശ്ശൂർക്കാരാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ തീരുമാനിച്ചാൽ മതി, തൃശ്ശൂർക്കാർ മാത്രം തീരുമാനിച്ചാൽ മതി VD സതീശൻ വനവാസത്തിന് പോകുന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി ജോസ് തെറ്റയിൽ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, ജോൺ ജോസഫ്, PT അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. തമിഴ്നാട് വാൽപ്പാറയിൽ 8 വയസ്സുകാരനെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തി. തേയില എസ്റ്റേറ്റ് തൊഴിലാളികളും ആസാം സ്വദേശികളുമായ ദമ്പതികളുടെ മകൻ നൂറിൻ ഇസ്ലാമാണ് കൊല്ലപ്പെട്ടത്. കേരള അതിർത്തിയിൽ നിന്നും 30 കിലോമീറ്റർ അകലെ കവരക്കല്ലിലെ വേവർലി എസ്റ്റേറ്റിൽ തിങ്കളാഴ്ച വൈകിട്ട് 6:45 സംഭവം. ലയത്തിനു മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ തേയിലക്കാട്ടിൽ നിന്നെത്തിയ പുലി കടിച്ചുകൊണ്ടു പോവുകയായിരുന്നു. കുട്ടിയെ കാണാതായപ്പോൾ വീട്ടുകാരും അയൽവാസികളും ചേർന്ന് തിരച്ചിൽ നടത്തി. കുറച്ചകലെ തേയിലത്തോട്ടത്തിൽ തന്നെ നൂറിൻ ഇസ്ലാമിനെ കടിച്ചു വലിക്കുകയായിരുന്ന പുലി ആളുകളുടെ ശബ്ദം കേട്ട് ഓടിപ്പോവുകയായിരുന്നു. തുടർന്ന് പോലീസും എസ്റ്റേറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് മൃതദേഹം പുറത്തെത്തിച്ചു. വിവരമറിഞ്ഞ് തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. കഴിഞ്ഞ മാസം വാൽപ്പാറയിൽ 4 വയസ്സുകാരി പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ആനശല്യത്തിന് പിന്നാലെ പുലിപ്പേടിയിലായി അതിരപ്പള്ളിയും സമീപ പ്രദേശങ്ങളും. 2 ദിവസം മുൻപ് വെറ്റിലപ്പാറ 14 വീട്ടിൽ കെട്ടിയിട്ടിരുന്ന പശുവിനെ കൊന്ന പുലി 3 ദിവസങ്ങളിലായി അതിന്റെ മാംസം ഭക്ഷിച്ചു തീർത്താണ് ജനങ്ങളെ ആശങ്കയിലാക്കിയത്. പുതിയേടൻ സുരേന്ദ്രന്റെ 1.5 വയസ്സുള്ള പശുക്കിടാവിനെയാണ് പുലി വകവരുത്തിയത്. സുരേന്ദ്രന്റെ വീട്ടിലെ അസൗകര്യം മൂലം പശുവിനെ അയൽവാസിയായ സുരേഷ് എന്നയാളുടെ വീടിനോട് ചേർന്നാണ് കെട്ടിയിട്ടത്. ആദ്യ ദിവസം തന്നെ പശുവിന്റെ പകുതിയിലേറെ ഭാഗം പുലി ഭക്ഷിച്ചിരുന്നു. തുടർന്ന് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ച വനപാലകർ അവശേഷിക്കുന്ന പശുവിന്റെ ഭാഗങ്ങൾ സമീപത്ത് തന്നെ വെക്കുവാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതാണ് തൊട്ടടുത്ത 2 ദിവസങ്ങളിലായി പുലി എത്തി തിന്നു തീർത്തത്. 2ാം ദിവസം എത്തിയ പുലിയുടെ ദൃശ്യം നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നില്ല.
ഇതേ തുടർന്ന് കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചു. തിങ്കളാഴ്ച രാവിലെ മാംസം ഭക്ഷിക്കാനെത്തിയ പുലിയുടെ ദൃശ്യങ്ങൾ ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. സ്ഥിരമായുള്ള പുലിയുടെ വരവ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. 4 കിലോമീറ്റർ അകലെ പിള്ളപ്പാറയിൽ സിറ്റൌട്ടിൽ കെട്ടിയിരുന്ന നായയെ പുലി ആക്രമിച്ചതും വീട്ടുകാർ നോക്കി നിൽക്കുകയാണ്. ഏറെ കാലമായി വീട്ടുപറമ്പുകളിൽ എത്തുന്ന കാട്ടാനകളെ തുരത്താൻ രാത്രിയിൽ കാവലിരിക്കുന്ന നാട്ടുകാർ രാത്രിയായാൽ പുറത്തിറങ്ങാൻ ഭയപ്പെടുകയാണ്. പുലികൾ എത്തിയ സ്ഥലങ്ങളിൽ കൂടുവെക്കണമെന്നാണ് ആവശ്യം. ഇതിനുള്ള മുന്നൊരുക്കത്തിലാണ് വനപാലകർ. TCV ന്യൂസ്, ചാലക്കുടി. ജനവാസ മേഖലയായ മറ്റത്തൂർ പടിഞ്ഞാറ്റുമുറിയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന ജീവിയുടെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞത് ആശങ്ക സൃഷ്ടിക്കുന്നു. പ്രദേശത്ത് വനം വകുപ്പ് ക്യാമറ സ്ഥാപിക്കും. മറ്റത്തൂർ പടിഞ്ഞാറ്റുമുറിയിൽ കതിരോല റോഡിലുള്ള കോപ്ലി യോഹന്നാന്റെ വീട്ടിലെ CCTV ക്യാമറയിലാണ് ഞായറാഴ്ച സന്ധ്യയ്ക്ക് ജീവിയുടെ ദൃശ്യം പതിഞ്ഞത്. യോഹന്നാനും ഭാര്യയും അമേരിക്കയിൽ മകന്റെ കുടുംബത്തോടൊപ്പമായതിനാൽ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ക്യാമറാ ദൃശ്യങ്ങൾ അമേരിക്കയിലിരുന്ന് മൊബൈൽ ഫോണിലാണ് കണ്ടത്. തുടർന്ന് സമീപവാസിയായ മാധ്യമപ്രവർത്തകൻ പ്രസാദിനെ വിവരം അറിയിച്ചു. ഈ ക്യാമറയിലാണ് ഇന്നലെ രാത്രി 7:45 കൂടിയിട്ട് ഒരു ജീവി എന്ന് പറഞ്ഞാൽ പുലി എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു സംഗതി പാസ് ചെയ്യുന്നതായിട്ട് അവിടെ ഇരുന്ന് കണ്ട ദൃശ്യം എനിക്ക് അയച്ചു തന്നു. പ്രസാദ് വനംവകുപ്പ് അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KS ഷിനോജ്, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PA അനൂപ് എന്നിവരുടെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. യോഹന്നാന്റെ വീട്ടുമുറ്റത്തും പറമ്പിലും പരിശോധന നടത്തിയെങ്കിലും കാൽപ്പാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തിങ്കളാഴ്ച പുലർച്ചെ ഈ പ്രദേശത്ത് ശക്തമായ മഴ പെയ്തതിനാൽ കാൽപ്പാടുകൾ കാണാൻ പ്രയാസമായിരിക്കുമെന്ന് വനപാലകർ പറഞ്ഞു. പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു പ്രിഡേറ്റർ ആണെന്നുള്ളൊരു സംശയം തോന്നുന്നുണ്ട്. രാത്രിയിലത്തെ വിഷനായതുകൊണ്ട് നമുക്കത് ക്ലിയർ ആക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് നാട്ടുകാരുടെ ഒരു ഭയപ്പാട് ഒഴിവാക്കുന്നതിനായിട്ട് നമ്മളിന്ന് ഒരു ക്യാമറ ഈ ഭാഗത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ക്യാമറ വെച്ച് അത് പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത നടപടി ഉടൻ തന്നെ ചെയ്യും. രാത്രി പട്രോളിങ്ങും മറ്റു കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആരും ഭയപ്പെടണ്ടെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കാനാണ് തീരുമാനം. രാത്രിയിൽ പട്രോളിംഗ് ശക്തമാക്കുമെന്നും റേഞ്ച് ഓഫീസർ അറിയിച്ചു. TCV ന്യൂസ്, കൊടകര. മാള പഞ്ചായത്തിലെ കുരുവിരശ്ശേരി ചാമക്കാല റോഡിൽ പാമ്പ് ശല്യം രൂക്ഷം. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് പാമ്പുകൾ ഇവിടെ ഇഴഞ്ഞെത്തുന്നത്. 4 സെന്റ് സ്ഥലത്ത് താമസിക്കുന്ന കുടുംബത്തിനും പരിസരവാസികൾക്കുമാണ് ഏറെ ആശങ്ക. ഇവരുടെ തൊട്ടടുത്ത പുരയിടം നിറയെ കാടാണ്. ഇവിടെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന വീട്ടിനുള്ളിലും പുറത്തും കാടുകയറി കിടക്കുന്നത് നീക്കം ചെയ്യുന്നില്ല. 10 വർഷം മുൻപ് താമസിക്കാൻ വരുമ്പോഴും കാടുകയറിയ സ്ഥലം ഇതുപോലെയുണ്ടെന്ന് ചെന്തുരുത്തി വീട്ടിൽ സരിത സുനിൽകുമാർ പറയുന്നു. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് 10 വർഷത്തോളമായി. അതിക്ക് മുമ്പേ തുടങ്ങി ഞങ്ങൾ വരും ഈ വീട് ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷെ ആൾ താമസം ഇല്ലാണ്ട് കിടക്കണോണ്ട് നിറച്ച് പാമ്പായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വീടും ചെറുതായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വീട് സഹായം കൊണ്ട് കിട്ടി ഞങ്ങൾ പണിതേക്കണതാണ്. അപ്പോൾ ഇപ്പോൾ വീട് അകത്തേക്ക് പാമ്പ് വരില്ല. പക്ഷെ നമുക്ക് പുറത്ത് നന്നായിട്ട് പാമ്പിൻ്റെ നല്ല ശല്യമുണ്ട്. ആ വീട്ടിൻ്റെ ഉടമസ്ഥർ ആരാണെന്നോ അറിയില്ല ഇന്ന് വരെ. അടുത്തുള്ള വീട്ടുകാർ കുറച്ചാൾ അവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെയും അവരെ ഇത്രയും നാളിന് ശേഷം പിന്നെ അവരെ അഡ്രസ്സില്ല. വിദ്യാർത്ഥികളായ 2 പെൺകുട്ടികളടക്കമുള്ള 4 അംഗ കുടുംബമാണ് ഇവിടെ കഴിയുന്നത്. ആലത്തൂർ വില്ലേജിലെ കാടുകയറി കിടക്കുന്ന സ്ഥലവും തകർന്ന വീടും ആരുടേതാണെന്ന് ആർക്കും അറിയാത്ത അവസ്ഥയാണ്. 10 വർഷത്തിനിപ്പുറം ആരും ഇവിടേക്ക് വന്നിട്ടില്ലെന്ന് സരിതയും അയൽവാസികളും പറയുന്നു. ഇവരുടെ കുടുംബത്തിന് മാത്രമല്ല പരിസരവാസികൾക്കാകെ ജീവന് ഭീഷണിയുള്ള സ്ഥലത്തെ കാട് വെട്ടിയൊതുക്കാൻ മാള പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. ഇത്തരത്തിൽ കാടുകയറി കിടക്കുന്ന സ്ഥലങ്ങൾ പരിസരവാസികൾക്ക് ഭീഷണിയാകുന്നുണ്ടെങ്കിൽ വെട്ടിയൊതുക്കാൻ പഞ്ചായത്തുകൾക്ക് ബാധ്യതയുണ്ടെന്ന് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. TCV ന്യൂസ്, മാള. മറ്റത്തൂർ പടിഞ്ഞാറ്റുമുറിയിൽ പുലിയെപ്പോലുള്ള ജീവിയെ കണ്ട പ്രദേശം KK രാമചന്ദ്രൻ MLA സന്ദർശിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് MLA പറഞ്ഞു. പെരുവല്ലൂർ പൂച്ചക്കുന്നിൽ ബസ്സിൽ നിന്ന് വീണ് വയോധിക മരിച്ചു. പൂവത്തൂർ ബസ് സ്റ്റാൻഡിന് സമീപം താമസിക്കുന്ന പെരിങ്ങാട് വീട്ടിൽ ശ്രീധരന്റെ ഭാര്യ 74 വയസ്സുള്ള നളിനിയാണ് മരിച്ചത്. ചൊവ്വല്ലൂർ പടിയിലെ സുദൃഢം ധനകാര്യ സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റാണ് നളിനി. തിങ്കളാഴ്ച രാവിലെ ബസ്സിൽ പൂച്ചക്കുന്നത്ത് നിന്നും പൂവത്തൂരിലേക്കുള്ള യാത്രക്കിടെയാണ് അപകടമുണ്ടായത്. ബസ്സിൽ കയറിയതിനു ശേഷം ഡ്രൈവർ സീറ്റിന് പുറകിൽ നിന്നിരുന്ന നളിനി ബസ്സിന്റെ പിൻഭാഗത്തുള്ള ഒഴിഞ്ഞ സീറ്റിലേക്ക് നടന്നു പോകുന്നതിനിടെ ബാലൻസ് തെറ്റി ബസ്സിന്റെ മുൻഭാഗത്തെ ഡോറിലൂടെ പുറത്തേക്ക് വീഴുകയായിരുന്നു. ബസ്സിന്റെ ഡോർ അടച്ചിരുന്നതായി യാത്രക്കാർ പറയുന്നു. ഉടൻ തന്നെ നാട്ടുകാരും ബസ്സിലെ യാത്രക്കാരും ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിച്ചു. ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ സ്തംഭിച്ചു. 100 കണക്കിന് വാഹനങ്ങളാണ് മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽപ്പെട്ടത്. രാവിലെ മുതൽ നീണ്ട വാഹനനിരയാണ് ആമ്പല്ലൂർ ചാലക്കുടി പാതയിൽ അനുഭവപ്പെട്ടത്. ആമ്പല്ലൂരിലെ വാഹനനിര ഒരു സമയത്ത് ടോൾ പ്ലാസയും കടന്ന് തലോർ ജെറുസലേം ധ്യാനകേന്ദ്രത്തിന് സമീപം വരെ എത്തിയിരുന്നു. ഇതോടെ വാഹനങ്ങൾ പലതും വഴിമാറി സമാന്തര പാതകളെ ആശ്രയിച്ചു.
ഇതോടെ ആമ്പല്ലൂർ കല്ലൂർ മേഖലയിലെ ഗതാഗതം താറുമാറായി. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ ശ്രീകൃഷ്ണപുരം ക്ഷേത്രം വരെ 1 കിലോമീറ്ററോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. ബസ്സുകൾ ആമ്പല്ലൂർ ഒഴിവാക്കിയാണ് സർവീസ് നടത്തിയത്. ആംബുലൻസുകൾ ഏറെ നേരം ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. അടിപ്പാതയുടെ അനുബന്ധ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നടത്തുന്ന കാന തീർത്താണ് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സഭാവസ്ത്രം ധരിച്ച് വൈദികർക്കും കന്യാസ്ത്രീകൾക്കും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒഡീഷയിൽ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ആക്രമണം നേരിട്ട ഫാദർ ജോജോ വേദേക്കാരന്റെ തൃശൂർ പാലക്കലിലെ വസതിയിൽ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുണ്ടകളാണ് ബജ്രംഗ് ദൾ എന്ന പേരിൽ അഴിഞ്ഞാടുന്നത്. മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്നും സതീശൻ പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി പ്രശ്നമുണ്ടാക്കുന്നു. അവിടെ പുണ്യവാന്മാരുടെയും പരിശുദ്ധ മറിയത്തിൻ്റെയും ഒന്നും പ്രതിമ വയ്ക്കാൻ പാടില്ല, പ്രതിമ റിമൂവ് ചെയ്യണം, കുരിശ് വയ്ക്കാൻ പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശങ്ങളാണ്. ഒരു തരം ക്രിമിനലുകളാണ്, ഗുണ്ടാ സംഘങ്ങളാണ് ബജ്രംഗ് ദൾ എന്നുള്ള പേരിൽ ഇങ്ങനെ അരിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സഭ നിശ്ചയിച്ചിരിക്കുന്ന വസ്ത്രം ധരിച്ച് കന്യാസിമാർക്കും വൈദികർക്കും യാത്ര ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അവർ ക്രിമിനലുകളെ പോലെ, വലിയ കുഴപ്പക്കാരെ പോലെ, രാജ്യദ്രോഹികളെ പോലെ നോക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു രാജ്യവ്യാപകമായി നടക്കുന്നൊരു വേട്ടയാടലാണ്. ക്രൈസ്തവർക്ക് നേരെയും മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയും ഒരു അക്രമവും നടത്താൻ പാടില്ല. ഇത് ഭരണഘടന അനുശാസിക്കുന്നതല്ല. ഭരണഘടന കൊടുക്കുന്ന സംരക്ഷണവർക്കുള്ളതാണ്. ചെയ്യാൻ പാടില്ല എന്ന് പറയണം. പക്ഷേ ഇത് മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതാണ്, വേട്ടയാട്. ഒഡീഷയിലുള്ള ഫാദർ ജോജോയുമായി വി ഡി സതീശൻ ഫോണിൽ സംസാരിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ തുടങ്ങിയവർ പ്രതിപക്ഷ നേതാവിനൊപ്പമുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാവ് MP ജാക്സണെതിരെ മണ്ഡലം പ്രസിഡന്റുമാർ AICCക്കും KPCCക്കും പരാതി നൽകി. MP ജാക്സനെ കോൺഗ്രസിന്റെ പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് കാറളം, പൊറത്തിശ്ശേരി, വേളൂക്കര മണ്ഡലം പ്രസിഡന്റുമാർ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത്. ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിനെതിരെ റിസർവ് ബാങ്ക് നടപടി സ്വീകരിച്ച സാഹചര്യത്തിലാണ് പരാതി. ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയായ MP ജാക്സൺ കോൺഗ്രസ് പരിപാടികളിൽ പങ്കെടുക്കുന്നത് ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കുമെന്ന് പരാതിയിൽ പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്ന സാഹചര്യത്തിൽ പാർട്ടിയിലെ MP ജാക്സന്റെ സാന്നിധ്യം കരുവന്നൂർ വിഷയമടക്കം ഉന്നയിക്കുന്നതിന് പരിമിതികൾ ഉണ്ടാക്കുമെന്നാണ് നേതൃത്വം നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. BJPയും LDFും ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് വിഷയത്തിൽ ശക്തമായ പ്രചാരണവുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ മുൻ KPCC സെക്രട്ടറി കൂടിയായ MP ജാക്സൺ പരിപാടികളിൽ മുഖ്യസ്ഥാനം വഹിക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് ദീപാദാസ് മുൻഷി, KC വേണുഗോപാൽ, സണ്ണി ജോസഫ്, VD സതീശൻ, ജോസഫ് ടാജറ്റ് എന്നിവർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ്. വേടൻ വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നടപടി. നേരത്തെ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട വനംവകുപ്പിന്റെ പേരിൽ വേടന്റെ പാസ്പോർട്ട് കോടതിയിൽ സറണ്ടർ ചെയ്തിരുന്നു. പിന്നീടത് ഉപാധികളോടെ വിട്ടു നൽകുകയായിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് പെട്ടെന്ന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ബലാത്സംഗ പരാതിയുമായി യുവതി രംഗത്തെത്തിയതിന് പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിനുശേഷം വേടൻ എവിടെയെന്ന് ആർക്കും അറിയില്ല. നിരവധി സംഗീത ഷോകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഹൈക്കോടതി വേടന്റെ അറസ്റ്റ് തടയാത്ത സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്.
കഴിഞ്ഞ വർഷം ജൂലൈയിൽ പ്രളയമുണ്ടായത് പീച്ചി ഡാം മാനേജ്മെന്റിന്റെ പാകപ്പിഴകൾ മൂലമാണെന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനാകില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് നൽകിയ പരാതിക്കുള്ള മറുപടിയിലാണ് കേസെടുക്കാനാകില്ലെന്ന് കമ്മീഷണർ അറിയിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് തെളിവോ സാക്ഷിമൊഴികളോ ലഭിച്ചിട്ടില്ലെന്ന് കമ്മീഷണർ മറുപടിയിൽ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ജൂലൈ 30-നാണ് പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ അശാസ്ത്രീയമായി 74 ഇഞ്ച് തുറന്നുവിട്ടത് മൂലം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്കമുണ്ടായത്. ഇത് സംബന്ധിച്ച് സബ് കളക്ടർ നടത്തിയ അന്വേഷണത്തിൽ റൂൾ കർവ് പാലിക്കാത്തതാണ് ഡാം 74 ഇഞ്ചായി പെട്ടെന്ന് തുറക്കേണ്ടി വന്നതെന്ന് കണ്ടെത്തിയിരുന്നു. DGPയുടെ നിർദ്ദേശപ്രകാരം പീച്ചി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർക്കുണ്ടായ പാകപ്പിഴയാണ് പ്രളയമുണ്ടാകാനിടയായതെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാതെ തൊടുന്യായങ്ങൾ പറഞ്ഞ് പോലീസ് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് പരാതിക്കാരൻ പറഞ്ഞു. മാള കുരുവിലശ്ശേരിയിൽ ക്ഷേത്രത്തിലേക്ക് പോയ സ്ത്രീയുടെ മാല പൊട്ടിച്ച സംഭവത്തിൽ ഒരാളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലം കടമ്പഴിപ്പുറം ആലങ്കുളം വീട്ടിൽ മുഹമ്മദ് അമീറാണ് അറസ്റ്റിലായത്. മാല നഷ്ടപ്പെട്ട കുരുവിലശ്ശേരി സ്വദേശിനി ചുണ്ടങ്ങാപ്പറമ്പിൽ ശൈലജ പ്രതിയെ തിരിച്ചറിഞ്ഞു. 1-ാം തീയതി വൈകിട്ടായിരുന്നു സംഭവം. ഹെൽമറ്റ് ധരിച്ച് സ്കൂട്ടറിലെത്തിയാണ് മാല പൊട്ടിച്ചത്. സംഭവത്തിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട്. മുഹമ്മദ് അമീറിനെ സംഭവ സ്ഥലത്ത് കൊണ്ടുവന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തി. മാള SHO സജിൻ ശശിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ശ്രീനാരായണപുരത്തെ 2 ക്ഷേത്രങ്ങളിൽ മോഷണം. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭണ്ഡാരത്തിന്റെ താഴ് തകർത്ത് പണം കവർന്നു. 7000 രൂപയോളം നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക നിഗമനം. ക്ഷേത്രത്തിനകത്തുള്ള മറ്റൊരു ഭണ്ഡാരം തകർക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. SNDP യോഗത്തിന് കീഴിലുള്ള ശ്രീനാരായണപുരം 5-ാം പരുത്തി ഉമാമഹേശ്വര ക്ഷേത്രത്തിലും മോഷണ ശ്രമം നടന്നു. ക്ഷേത്രത്തിലെ CCTV ക്യാമറ മറച്ച ശേഷമാണ് ഭണ്ഡാരം തുറക്കാൻ ശ്രമം നടത്തിയത്. കഴിഞ്ഞ ദിവസം ക്ഷേത്ര കമ്മിറ്റി യോഗത്തിന് ശേഷം ഭാരവാഹികൾ എല്ലാ ഭണ്ഡാരങ്ങളും തുറന്ന് പണവും മറ്റു വഴിപാടുകളും എടുത്തു മാറ്റിയിരുന്നു. മോഷ്ടാവിൻ്റേതാണെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പെരിഞ്ഞനം പൊന്മാനിക്കുടം മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിന്റെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം. പള്ളി ഗേറ്റിനോട് ചേർന്നുള്ള ഭണ്ഡാരമാണ് കുത്തി തുറന്നത്. പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനാൽ ഭണ്ഡാരം ഉൾപ്പെടെയുള്ള ഭാഗം ഷീറ്റ് കൊണ്ട് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. തടവുകാർക്ക് പഠനത്തിന് സൗകര്യമൊരുക്കി വിയ്യൂർ സെൻട്രൽ ജയിൽ. വിവിധ കോഴ്സുകളെക്കുറിച്ച് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രതിനിധി തടവുകാർക്ക് വിശദീകരിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ തടവുകാർക്ക് പുറമെ വിദേശികളായ തടവുകാരും ക്ലാസ്സിൽ പങ്കെടുത്തു. തടവുകാർക്ക് പാഠപുസ്തകങ്ങളും പരീക്ഷാ ഫീയും പൂർണ്ണമായും സൗജന്യമാണ്. വിയ്യൂർ ജയിലിൽ തന്നെ പരീക്ഷാ സെന്ററുമുണ്ട്. ഇഗ്നോ കൊച്ചി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പ്രസീത ഉണ്ണികൃഷ്ണൻ, ജയിൽ സൂപ്രണ്ട് അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 1138 പേരാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ കണക്ക് പ്രകാരം വിയ്യൂർ സെൻട്രൽ ജയിലുള്ളത്. ഇതിൽ ശിക്ഷാപ്രതികളായ 785 പേരിൽ 10% പേർ വിവിധ പാഠ്യപദ്ധതികളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ കിഴക്കേനടയിലെ ഇന്ത്യൻ കോഫി ഹൗസിലെ കട്ട്ലറ്റിൽ നിന്ന് 1/2 ഇഞ്ച് നീളമുള്ള ഇരുമ്പ് കമ്പി ലഭിച്ചതായി നൃത്താധ്യാപിക ഷാനി രമേശ് പറഞ്ഞു. ഓർഡർ ചെയ്ത കട്ട്ലറ്റ് കഴിച്ചു കഴിയാറായപ്പോഴാണ് ഷാനിക്ക് ഇരുമ്പ് കഷ്ണം കിട്ടിയത്. സംശയം തോന്നി ജീവനക്കാർക്ക് നൽകി പരിശോധിച്ച് ഇരുമ്പ് കമ്പിയാണെന്ന് ഉറപ്പിച്ചു. ജീരകത്തിന്റെ പാക്കറ്റ് പൊട്ടിച്ചിടുമ്പോൾ സ്റ്റാപ്ലർ പിൻ വീണതാകാമെന്ന് കോഫി ഹൗസിലെ ജീവനക്കാർ മറുപടി നൽകി. എന്നാൽ ഇത് സ്റ്റാപ്ലർ പിന്നിനേക്കാളും വലിപ്പമുള്ളതാണെന്ന് ഷാനി ചൂണ്ടിക്കാട്ടി. ഇതോടെ കോഫി ഹൗസ് ജീവനക്കാർ ക്ഷമാപണം നടത്തി. ഇത് സംബന്ധിച്ച് ആർക്കും പരാതി നൽകിയില്ലെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്ന് ഷാനി രമേശ് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ കട്ട്ലേറ്റ് ആണ് പറഞ്ഞത്. അപ്പൊ പറഞ്ഞപ്പോ ഓർഡർ ചെയ്തപ്പോ കുറെ ടൈം കഴിഞ്ഞിട്ടാണ് അത് കൊണ്ടുവന്നത്. അത് പോരാഞ്ഞ് ഞങ്ങൾക്ക് കട്ട്ലേറ്റിന്റെ ഇടയിൽ നിന്ന് കിട്ടിയതാണ് ഇരുമ്പിന്റെ ഇത്. അവർ കുറെ സോറിയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിച്ചു, ഞങ്ങൾക്കല്ലാതെ ഈ കുഞ്ഞു മക്കളെയും കൊണ്ട് പോയിട്ടുള്ളത്, 6 വയസ്സുള്ള കുട്ടികളെയും കൊണ്ട് നമ്മൾ പോയത്. ആ കുട്ടികൾക്കാണ് ഇത് വായയിൽ സംഭവിച്ചെങ്കിൽ അവരെയാണ് നമുക്ക് നഷ്ടപരിഹാരം കൂടെ തരില്ല, നമുക്കാണ് അത് ബാധിക്കുക. സിനിമാ തിയേറ്ററിന് മുന്നിൽ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്താനായി സൂക്ഷിച്ച കഞ്ചാവുമായി 2 പേരെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അവിട്ടത്തൂർ സ്വദേശി അലങ്കാരത്ത് പറമ്പൽ വീട്ടിൽ ജസ്വിൻ, താണിശ്ശേരി സ്വദേശി പുതുപ്പുര വീട്ടിൽ അക്ഷയ് എന്നിവരെയാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം കിഴുത്താണി JK സിനിമാ തിയേറ്ററിന് മുൻവശത്തുള്ള റോഡിൽ നിന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കൊരട്ടിക്കര ഒറ്റപ്പിലാവ് റോഡിലെ തോട്ടിൽ അറവ് മാലിന്യം തള്ളിയ സംഭവത്തിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത്. പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. പാടത്തോട് ചേർന്നുള്ള തോട്ടിലും ഉപയോഗശൂന്യമായി കാട് പിടിച്ചു കിടക്കുന്ന കുളത്തിലുമാണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. കഴിഞ്ഞ ദിവസം തോടിന് സമീപം പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടിയ നിലയിൽ അറവ് മാലിന്യം തള്ളിയിരുന്നു. പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധമുയർന്നതോടെയാണ് പരിസരത്തെ വീടുകളിലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രദേശവാസികൾ നിരവധി തവണ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല.
പ്രതിഷേധത്തെ തുടർന്ന് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി. തുടർന്ന് മണ്ണുമാന്തി യന്ത്രമെത്തിച്ച് അറവ് മാലിന്യം നീക്കം ചെയ്തു. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ കാടുകൾ നീക്കം ചെയ്യണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വാർഡംഗം ഫസലു റഹ്മാൻ, പൊതുപ്രവർത്തകരായ മുഹമ്മദ്, വേലായുധൻ, റഹീം എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. TCV ന്യൂസ്, കുന്നംകുളം. കയ്പമംഗലം ചളിങ്ങാട് നിന്നും രാസലഹരിയുമായി യുവാവ് അറസ്റ്റിലായി. ചളിങ്ങാട് പള്ളിനട സ്വദേശി പുന്നക്കത്തറ വീട്ടിൽ രതീഷിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കയ്പമംഗലം പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 0.79 ഗ്രാം MDMA പ്രതിയിൽ നിന്ന് കണ്ടെടുത്തു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ R. ബിജു, തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് SI CR പ്രദീപ്, ASI ലിജു ഇയാനി, സീനിയർ CPO ബിജു തുടങ്ങിയവർ രാസലഹരി പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. നിർമ്മാണം നടക്കുന്ന കുന്നംകുളം താലൂക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് അതിഥി തൊഴിലാളിക്ക് പരിക്കേറ്റു. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഗുഡുവിനാണ് പരിക്കേറ്റത്. നിസാര പരിക്കേറ്റ ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷകളിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു. ചെറുവത്താനി സ്വദേശി പൊലിയത്ത് വീട്ടിൽ റിനേഷിനാണ് പരിക്കേറ്റത്. കൊണാർക്ക് ഹോട്ടലിന് മുന്നിൽ പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷകൾക്ക് പിന്നിലാണ് കാർ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഒരു ഓട്ടോറിക്ഷ സമീപത്തെ കാനയിലേക്ക് മറഞ്ഞു. മറ്റൊരു ഓട്ടോറിക്ഷയുടെ പുറകുവശം ഭാഗികമായി തകർന്നു. അപകട സമയത്ത് ഓട്ടോറിക്ഷയിലിരുന്ന ഡ്രൈവർക്കാണ് പരിക്കേറ്റത്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ നിയമപ്രകാരം ജയിലിലടച്ചു. പോർക്കുളം സ്വദേശി നെന്മണിക്കര വീട്ടിൽ ശ്രീജിത്തിനെയാണ് കുന്നംകുളം പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 6 മാസത്തേക്ക് ജയിലിലടച്ച് തൃശൂർ ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയത്. ജനാധിപത്യ മതേതര കൂട്ടായ്മയായ സമദർശിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ നടന്നുവരുന്ന ഫ്രീഡം ഗാന്ധി 169 ഡേയ്സ് കലാപ്രദർശനം തുടരുന്നു. കേരള ലളിതകലാ അക്കാദമി അങ്കാണത്തിൽ നടക്കുന്ന കലാപ്രദർശനത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാല ഗാന്ധിയൻ സ്റ്റഡീസ് അധ്യാപകൻ MH ഏലിയാസിന്റെ പ്രഭാഷണം അരങ്ങേറി. ഗാന്ധിയുടെ കേരള സന്ദർശനങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം. തുടർന്ന് എഴുത്തുകാരൻ വിനിൽ പോൾ ഗാന്ധിയും കൊളോണിയൽ ഫോട്ടോഗ്രഫിയുടെ നിശബ്ദതകളും എന്ന വിഷയത്തിൽ സംസാരിച്ചു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കലാപ്രദർശനം 18-ന് സമാപിക്കും. ടെക്സ്റ്റുകളുടെ ഒരു പ്രയാണം അറക്കൽ ബീവിയുടെ ഉദാഹരണമാണ്. അറക്കൽ ബീവി ഒരു രാജ ആര്യമ്പാടത്ത് അജ്ഞാത പുരുഷനെ വനത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വനമേഖലയിൽ പരിശോധനയ്ക്കിറങ്ങിയ എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡിവിഷനിലെ വനപാലകരാണ് മൃതദേഹം കണ്ടത്. ഏകദേശം 60 വയസ്സ് തോന്നിക്കുന്ന മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ട്. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി വീട്ടമ്മ. പൂങ്കുന്നത്തെ ഫ്ളാറ്റിന്റെ വിലാസത്തിൽ 9 കള്ളവോട്ടുകൾ ചേർത്തുവെന്ന് വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. വ്യാജ വോട്ടിന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തുകൊണ്ടുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ ഗൂഢാലോചന നടന്നതായി കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ലീഡർ K കരുണാകരന്റെ ശാപം ഏറ്റുവാങ്ങാത്ത നേതാവാണ് VD സതീശനെന്ന് K മുരളീധരൻ. കരുണാകരന്റെ ശാപം കിട്ടിയവരാരും ഉയർന്നു വന്നിട്ടില്ലെന്നും മുരളീധരൻ. പുലിപ്പേടിയിൽ അതിരപ്പള്ളിയും സമീപ പ്രദേശങ്ങളും. കൊടകര മറ്റത്തൂർക്കുന്നിൽ വീട്ടിലെ CCTVയിൽ പുലിയുടേതെന്ന് കരുതുന്ന ദൃശ്യം പതിഞ്ഞു. വനം വകുപ്പ് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തി. പെരുവല്ലൂർ പൂച്ചക്കുന്നിൽ ബസിൽ നിന്ന് വീണ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പൂവത്തൂർ സ്വദേശിനി നളിനിയാണ് മരിച്ചത്. ഗതാഗതക്കുരുക്കിൽ മണിക്കൂറുകളോളം സ്തംഭിച്ച ദേശീയപാത അമ്പല്ലൂർ. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി നടക്കുന്ന കാന നിർമ്മാണമാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.